ഇന്ന് വയനാട് ദുരന്തത്തിന്, ചുരൽമല മുണ്ടക്കൈ പ്രളയത്തിന്, ഉരുൾപൊട്ടലിന് ഒരു വർഷം ആവുകയാണ്. ഈ അവസരത്തിൽ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ഇപ്പോഴും സാധാരണഗതിയിലേക്ക് വന്നിട്ടില്ല. അന്ന് ഈ അപകടമുണ്ടായ സമയത്ത് സർക്കാരും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും, ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞ സർക്കാർ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുക ചെലവഴിക്കാതെ ശരിക്കും പറഞ്ഞ ഈ പാവങ്ങളെ പറ്റിക്കുകയല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി സെക്രട്ടേറിയറ്റിലേക്ക് ജാഥ നയിക്കാത്തത്? തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർ സത്യാഗ്രഹം ഇരിക്കണ്ടേ? ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് പുനരധിവാസ നടപടികൾ നടത്തുമെന്ന് പറയുകയും അതിനുവേണ്ടി മലയാളികൾ സംഭാവന ചെയ്ത തുകയുണ്ട്. ഏതാണ്ട് 772 കോടി രൂപയാണ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത്. അതിൽ നിന്നാകെ ചെലവാക്കിയിരിക്കുന്ന 118 കോടിയാണ്. ബാക്കി തുക എന്താ? അടവെച്ചിരിക്കുകയാണോ? അവിടെ ഒരു ഹൗസിംഗ് കോളനി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തറക്കല്ലിട്ടിട്ട് ആഘോഷമായി, അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു. തറക്കല്ലിട്ടു, ഇതുവരെ മറ്റൊരു കല്ലെടുത്ത് വെച്ചിട്ടില്ല. ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. ജനങ്ങൾക്ക് താമസിക്കാനുള്ള വാടക കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പലപ്പോഴും വാടക മുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ അവിടെ മനുഷ്യരുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിന് പ്രതികരിക്കാത്തത്? നിസ്സാരമായൊരു ചോദ്യം ചോദിക്കണ്ടേ? ഈ 772 കോടി രൂപ കിട്ടിയിട്ട് അതിൽ 118 കോടി ചിലവാക്കിയിട്ട് ബാക്കി കോടികൾ എന്തിനു വെച്ചിരിക്കുന്നു? 500 കോടി രൂപയുണ്ടെങ്കിൽ ഇവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാം. പിന്നെയും കേന്ദ്രം സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കേന്ദ്രം സഹായിക്കണം, അത് വന്നോട്ടെ. പക്ഷെ ജനങ്ങൾ കൊടുത്ത പണമില്ലേ? മറ്റ് നികുതി പണത്തിൽ നിന്ന് കൊടുക്കേണ്ട, ജനങ്ങൾ സംഭാവനയായി കൊടുത്ത പണം ഇത്രയിരിക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ല? ആഘോഷങ്ങളെല്ലാം മുറക്കി നടക്കുന്നുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീര് കാണാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും ഇതേ സർക്കാർ അധികാരത്തിൽ വരും എന്ന് അവർ മുറവിളി കൂട്ടുന്നത് എന്തിനാണ്? ജനങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഈ കൊള്ളരുതായ്മകൾ മുഴുവൻ മറച്ചു വെക്കാൻ കഴിയും. അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? ഇത് കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വയനാട്ടിലെ മുണ്ടക്കൈയിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. കൈവിരൽ ചൂണ്ടി ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ഇത് കേൾക്കുന്ന ജനങ്ങളോട് പറയുകയാണ്, എല്ലാവരും ഏതെങ്കിലും മീഡിയയിലൂടെ, ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തവരില്ല, ഇതിൻ്റെ കമൻറ്റിൽ വന്നെങ്കിലും നിങ്ങൾ ചോദിക്കണം സർക്കാരിനോട്, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? മരിച്ചുപോയ മനുഷ്യരുടെ, അവരെ ഓർത്ത് വിലപിക്കുന്ന ആ മനുഷ്യർ ഇന്നും പല സ്ഥലങ്ങളിലും വാടക വീടുകളിൽ, ഞാനൊരു കുടുംബത്തിൻ്റെ കഥ കണ്ടു. 2 മുറിയുള്ളൊരു വീട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അവർ നല്ല സൗകര്യങ്ങളിൽ ജീവിച്ച ആളുകളാണ്. ഈ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ജനപ്രതിനിധികൾ, നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവർ, എന്തുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്? അവർ നമുക്ക് അനുഗുണമായി പ്രവർത്തിക്കുമെന്ന് കരുതിയല്ലേ? അവരത് ചെയ്യുന്നില്ലെങ്കിൽ, അവർ ഈ സാധാരണക്കാർക്ക് വേണ്ടി പെരുമാറുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെ കസേരയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കണ്ടേ? അതിനുള്ള നിയമം കൂടി ഉണ്ടാവണം. ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നില്ലെങ്കിൽ, ജനങ്ങൾക്ക് ഹിതകരമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെ താഴെ ഇറക്കാനും അതേ ജനങ്ങൾക്ക് അവകാശം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം. പക്ഷെ നിയമം കൊണ്ടുവരില്ല. കാരണം നിയമം ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണല്ലോ. ഇവർക്ക് പ്രതികൂലമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിലും ഇവർ നിയമം ഉണ്ടാക്കില്ലല്ലോ. പ്രതിപക്ഷവും ഭരണപക്ഷവും എപ്പോഴും രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ശമ്പളം കൂട്ടുന്നതിൽ ആരും എതിർപ്പ് പറയാറില്ലല്ലോ. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയല്ലേ. അവിടെ എല്ലാവരും തുല്യരല്ലേ, ഒന്നല്ലേ? അവിടെ ആശയങ്ങൾക്ക് സംഘടനമില്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കുക. വോട്ട് ചെയ്യുന്ന ജനങ്ങൾ എന്നിട്ട് വെയിലത്തും മഴയത്തും കാത്തുനിന്ന് വിരൽ മഷി പുരട്ടിയിട്ട് വരികയാണ്, ഞങ്ങൾ ഇന്നയാൾക്ക് കുത്തി അവരെ ജയിപ്പിച്ചു. നിങ്ങൾ ജയിപ്പിച്ചു വിട്ടവർ തന്നെയാണ് ഈ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ മുണ്ടക്കൈയിലെ ഇന്നലെ കുറേ മനുഷ്യരുടെ കണ്ണീരിൽ കുതിർന്ന കഥകൾ ഞാൻ ചാനലിൽ കണ്ടു. സങ്കടം തോന്നി. ഉറ്റവർ നഷ്ടപ്പെട്ടവരുണ്ട്. പുതിയതായി വെച്ച വീട് കുത്തി ഒലിച്ച് വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയി. ആ സ്ഥലത്ത് പുല്ല് പോലും കിളുത്തിട്ടില്ല ഇതുവരെ.
അവർ സർക്കാരിൻ്റെ ഔദാര്യം കാത്തിരിക്കുകയാണ്. സമ്പത്തും ഉണ്ടായിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം പോയി, വെള്ളം കൊണ്ടുപോയി. ഇങ്ങനെയൊരു അവസ്ഥയിൽ സഹായിക്കാൻ നമുക്കൊരു സർക്കാരുണ്ട് എന്ന് കരുതുന്ന ഒരു ചിന്ത അതെല്ലാവർക്കും ഉണ്ടാവും. അവർ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ നാട്ടിലൊരു മനുഷ്യൻ ജീവിക്കും? ഒരു നാട് നമുക്ക് സംരക്ഷണം നൽകും, അവിടുത്തെ ഭരണാധികാരികൾ നമ്മളെ ചേർത്ത് പിടിക്കും എന്ന് നമുക്കൊരു വിശ്വാസമുണ്ടാവണം. ആ വിശ്വാസത്തിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. പക്ഷേ അനുനിമിഷം ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട് സ്റ്റാലിൻ എന്ന ഭരണാധികാരിയെ വാനോളം പോഴ്ത്തുകയാണ് അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരെ അതേപോലെ ചേർത്ത് പിടിക്കുകയാണ്. അവർക്കതനുസരിച്ച് വരുമാനമുണ്ടെന്ന് പറയും. വരുമാനം എങ്ങനെയാണ് ഉണ്ടായത്? ഇവിടെ വ്യവസായശാലകൾ, അവിടെ 100 കണക്കിന് വ്യവസായശാലകളാണ്. ആര് വന്നാലും അവരെ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. കാരണം അവിടെ തൊഴിൽ സമരമില്ല. കേരളത്തിൽ ഒരു വ്യവസായി വന്നാൽ അവനെ ഓടിക്കുക, അവനെ ഇവിടെ നിന്നും ആട്ടിപ്പ് അയക്കുക. ഇനി ആരെങ്കിലും തുടങ്ങിയാൽ തന്നെ അവിടെ സമരം, ട്രേഡ് യൂണിയൻ സമരം, കയറ്റിറക്കുകാരുടെ സമരം. അങ്ങനെ അവരെ വെള്ളം കുടിപ്പിക്കുകയാണ്. അവർ ഈ നാട് വിട്ടു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ വരുമാനം ഉണ്ടാവുന്നില്ല എന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് വരുമാനം ഉണ്ടാവാത്തത്. മറ്റ് സംസ്ഥാനങ്ങളെ കണ്ടുപിടിക്കണം, അവിടുത്തെ ഭരണാധികാരികളെ കണ്ടുപിടിക്കണം. ഇത് ഞാൻ സാധാരണ ജനങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പോകുന്ന ജനങ്ങളോടാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കുക. ഞാൻ ആരെ ജയിപ്പിക്കണം? അർഹതയുള്ള ആളില്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക. കാരണം നോട്ടയുടെ വോട്ട് ശതമാനം കൂടി വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ ചിന്തിക്കണം, ഞങ്ങൾ അനുയോജ്യരല്ല, അതുകൊണ്ടാണ് നോട്ടയ്ക്ക് ശതമാനം കൂടുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തായാലും ഈ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ, അവരോട് സഹതപിക്കാനല്ലേ നമുക്ക് സാധാരണക്കാർക്ക് പറ്റൂ? ഇങ്ങനെ നിരന്തരം വായാടാനല്ലേ പറ്റൂ? കേൾക്കാൻ ചെവിയില്ലെങ്കിൽ, അധികാരത്തിലിരിക്കുന്നവർക്ക് കേൾക്കാൻ ചെവിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എത്രയോ പേര് പറയുന്നു, എത്രയോ ചാനലുകൾ നിരന്തരമായി ഇത് സംപ്രേഷണം ചെയ്യുന്നു. ആരെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? ഇപ്പോഴും അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഈ 772 കോടിയിൽ ബാക്കി പണം എവിടെ? മറ്റാഘോഷങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയോ? അതിനുവേണ്ടിയാണോ ഈ കേരളത്തിലെ ജനങ്ങൾ അവർ വയറ് മുറുക്കി കൊടുത്ത് ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നത്? അത് നിങ്ങൾക്ക് ദുർവ്യയം ചെയ്യാനായിരുന്നു, നിങ്ങൾക്ക് ആഘോഷങ്ങൾ നടത്താനായിരുന്നു. നിങ്ങൾ 4-ാം വർഷമൊക്കെ 100 കോടി മുടക്കി ആഘോഷിച്ചല്ലോ. അല്പമെങ്കിലും ഉളുപ്പ് വേണം, ഉളുപ്പ്. ഭരണത്തിലിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരൻ്റെ കണ്ണീര് കാണാൻ കഴിയാതെ ആഘോഷങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് പശുത്തൊഴുത്തുണ്ടാക്കാനും ലിഫ്റ്റ് വെക്കാനും നീന്തൽക്കുളം ഉണ്ടാക്കാനും വേണ്ടി ലക്ഷങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഉളുപ്പാണ്, ഉളുപ്പ്. തൊലിക്കെട്ട് കൂടിപ്പോയാൽ ഉളുപ്പെന്ന് പറയുന്ന വാക്ക് കേൾക്കാൻ പോലും നിങ്ങൾക്ക് ചെവി തുറക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.